സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി. ലോകേഷ് കനകരാജ് ഒരുക്കുന്ന ചിത്രം ഈ മാസം 14-ന് തിയേറ്ററുകളിലെത്തും. ചിത്രത്തിൽ ഗംഭീര ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ച് നടന്നിരുന്നു. ചടങ്ങിൽ രജനീകാന്ത് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. സിനിമയിൽ എത്തുന്നതിനു മുമ്പ് കൂലിപ്പണി ചെയ്യുന്ന കാലത്തെക്കുറിച്ച് രജനീകാന്ത് വേദിയിൽ സംസാരിച്ചത് ജോലി സ്ഥലങ്ങളിൽ താൻ സ്ഥിരമായി പരിഹാസനാകാറുണ്ടായിരുന്നുവെന്ന് രജനീകാന്ത് പറഞ്ഞു. പരിഹസിക്കപ്പെടുന്നതോർത്ത് പലപ്പോഴും താൻ കരഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ: ഞാൻ കൂലിപ്പണിക്കാരനായിരുന്നപ്പോൾ പലതവണ എന്നെ മുതലാളിമാർ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരാൾ തന്റെ ടെമ്പോയിൽ ലഗേജ് കൊണ്ടുപോകാൻ എന്നോട് ആവശ്യപ്പെട്ടു. അതിന് എനിക്ക് കൂലിയായി 2 രൂപ തന്നു. ഞാൻ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം അയാളുടെ ശബ്ദം എനിക്ക് വളരെ പരിചിതമായി തോന്നി. പിന്നെ അടുത്ത് ചെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ പണ്ട് കളിയാക്കിയിട്ടുണ്ടായിരുന്ന എൻ്റെ കോളേജ് മേറ്റാണ് അയാളെന്ന് മനസ്സിലായത്. രജനീകാന്ത് പറഞ്ഞു. താങ്കൾ പരസ്പരം കണ്ട ആ നിമിഷം അയാൾ തന്നെ പരിഹസിച്ചുവെന്നും രജനീകാന്ത് പറഞ്ഞു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നീ എത്രയോ അഹങ്കാരിയായിരുന്നു, എന്നിട്ട് നോക്ക് ഇപ്പോൾ എന്ത് ജോലിയാണ് എടുക്കുന്നത് എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ തനിക്ക് വല്ലാതെ ചെറുതായി പോയതുപോലെ തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞു. അന്ന് ജീവിതത്തിൽ ആദ്യമായി താൻ പൊട്ടിക്കരഞ്ഞുവെന്ന് രജനീകാന്ത് കൂട്ടിച്ചേർത്തു. ലോകേഷ് കനകരാജിനെ കുറിച്ചും വേദിയിൽ രജനീകാന്ത് സംസാരിച്ചു. കൂലിയിലെ യഥാർത്ഥ നായകൻ ലോകേഷ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. കൂലിയുടെ യഥാർത്ഥ നായകൻ മറ്റാരുമല്ല, സംവിധായകൻ ലോകേഷ് കനകരാജാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വിജയകരമായ കൊമേഴ്സ്യൽ സംവിധായകരിൽ ഒരാളായ അദ്ദേഹം എന്നോടൊപ്പം പ്രവർത്തിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. വളരെ മികച്ച താരനിരയെ ഒരുമിച്ച് കൊണ്ടുവന്ന് അദ്ദേഹം ഒരു കൊടുങ്കാറ്റ് തന്നെ കൂലിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്, രജനീകാന്ത് പറഞ്ഞു.